നമ്മൾ ഇന്നലെ താമസിച്ച സൗഹൃദം റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ്. നമ്മുടെ പുതിയ സുഹൃത്ത് ഇതാ എത്തിയിരിക്കുന്നു. മോർണിംഗിൽ കൊഞ്ചം ടൈം വരുന്ന സൺറൈസ് പാക്കറാന്ന് നിനച്ചപ്പോലെ. അപ്പോൾ നിങ്ങൾ இந்த வழியில் வருங்க. சரி சரி சீக்கிரம் பாப்பா அங்கிருந்து வச்சா. കന്യാകുമാരിയിലെ ഉദയം കാണാനായി നമ്മളിതാ പോവുകയാണ്. ഇവിടെ ഇരിക്കെ സൂപ്പർക്കാ. അപ്പോൾ എല്ലാവർക്കും കന്യാകുമാരി എന്ന് സുപ്രഭാതം. ഇന്നേക്ക് നമ്മുടെ കൂടെ നാഗർകോവിലിൽ ബെൻ ജാക്സൺ ഉണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഓരോ ബന്ധങ്ങൾ. അപ്പോൾ ഇന്ന് ബെൻ വന്നിട്ട് നമ്മുടെ കൂടെ ട്രിവാൻഡ്രം വരെ റൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സന്തോഷം തന്നെ വേണ്ടത്. ഈ വഴിയൊക്കെ കണ്ട് കാണാനുള്ളതൊക്കെ കാണിച്ച് ബെൻ നമ്മളെ കൊണ്ടുപോവാണ്. ഇന്നലെ ബെന്നിൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ വിളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് വൈകുന്നേരം ആയപ്പോൾ 8 മണിയായി. പിന്നെ ഇവിടെ നിന്ന് 22 കിലോമീറ്റർ ചവിട്ടാനുള്ള ഒരു ശേഷിയും ഞങ്ങളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബെന്നിൻ്റെ സോറി പറഞ്ഞാൽ ഇവിടെ ഒരു മുറിയെടുത്ത് കൂടി. ബെൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിയായപ്പോൾ ഇതേ ഇവിടെ വന്നു. അപ്പോൾ ഇന്നത്തെ റൈഡ് നമുക്ക് ആരംഭിക്കാം. ഇത് കന്യാകുമാരിയിലെ സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യോദയം കണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഓക്കേ. ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ മൂന്നാർ വഴി മധുര വഴി കയറി ഈ തീരം വഴി ചായ കുടിച്ചില്ല, പോണ വഴിക്ക് കഴിക്കണുള്ളൂ. எனக்கு எவ்வளோ பிடிக்கும் தெரியுமா இந்த சீ ஷோரில் சைக்கிள் ஓட்டுறோம். நம்ம கன்னியாகுமரி எல்லாமே மிக்ஸ் ஆகலை. കേരള കേരളതാണ്. ഇത് 9ാമത് നാൾ. போகிற இடத்துல தங்குறது. இப்போ டென்ட்டில் தங்குவோம், இல்லைன்னா லாட்ஜில் தங்குவேன். அப்போ இனியிപ്പോൾ வந்து நிறைய கேரளா ஃப்ரெண்ட்ஸ் இருக்குது. அப்போ அவர் வீட்டுக்கு தான் வருவாங்க. சரி, ரொம்ப நன்றி. நம்ம போயிட்டே இருப்ப இடம் தாமரைக்குளம். கீழைமனக்குடி.
ലെഫ്റ്റ് ബീച്ച്. ആ ബീച്ച് ബീച്ച് ശരി ശരി ശരി. ഈവനിങ് ടൈം மார்னிங் ടൈം വ്യൂ நல்லா இருக்கும். ആ ഹാ ഹാ ഹാ. ഇതാണ് മാനാക്കുടി ബ്രിഡ്ജ്. കണ്ടൽക്കാടുകളാണ്, കണ്ടൽക്കാടുകൾ. രണ്ട് നാലായിട്ട് പെരുകിയിരിക്കുകയാണ്. ഇടത്തേക്ക് പേര് പുത്തലം. ലെഫ്റ്റ് തിരുമ്പി കോസ്റ്റൽ ഏരിയ അല്ലേ. ഇതാണോ ഈ പുത്തലം പള്ളി? പുത്തലത്ത് കേരളം പോലെ ഇരിക്കണമെന്നേ ഉള്ളൂ. നമ്മളിപ്പോഴും തമിഴ്നാട്ടിലാട്ടോ. അറിയാ അറിയാ ആ വാങ്ങണേ. ரொம்ப நேரம் நிற்க மாட்டேன். வந்துட்டு சீக்கிரமா கிளம்பு. അവള് കൊഞ്ചം ടൈം എടുക്കും അതുക്ക് അല്ലേ? சரி என்னோட சன்னோட பேர், மூத்த சன்னோட பேரு பென். ரொம்ப நேம் கேட்டதில்லை, எனக்கு நேம் தான். என்னோட சன்னும் பென். அவன் பென் பினோய். இறுதி காலத்தில் தான் வளர்த்து வந்த ஒரு நாய்க்கு பார்த்து கொண்ட ஒரு இளைஞருக்கு தன்னுடைய நல்லா இருக்குடா. என்ன என்ன விசேஷம்? சௌக்கியமா? சௌக்கியம் இருக்குடா. யூடியூப்ல போடணும். கடற்கரை கிராமம். സൂപ്പർ. കുറച്ച് മേളിൽ നിന്ന് താഴോട്ട് കാണാം, അതാണ് അതിൻ്റെ ഭംഗി. നമുക്ക് ക്യാമറയിൽ കിട്ടാനായിട്ട് ഇത് കൊള്ളാട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും ഈ കടലിൻ്റെ ഒരു വിശാലത അല്ലേ. സൂപ്പർ ബീച്ച്. ശംഖുതുറ ബീച്ച്. ശംഖുതുറൈ. ആ ഓക്കെ 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 ഓക്കെ. ആ ഇതാണ് ശംഖുതുറൈ ബീച്ച്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ശംഖുമുഖം, ഇത് ശംഖുതുറൈ. സൂപ്പറായിട്ടോ. ഇതിലെ മുകളിൽ കൂടെ ഉള്ള ഡ്രൈവ് കൊള്ളാം. ബെൻ താങ്ക്സ്. റൂട്ട് ஓகே ஓகே அப்படி கேட்குறேன். ஃபஸ்ட்டு டேயில் வந்து போகல. 5 மணிக்கு இங்கேருந்து கிளம்புனேன், 9 மணிக்கு போய் ஆவரேஜெல்லாம் சோசியல் மீடியா போய் என் பேரா? என் பேர் பினோய். ഇൻസ്റ്റാ ഐ ഡി ചക്രം ബിനോയ്സ് ട്രാവലിൻ്റെ വണ്ടി. ഓരോ ഡേ ഇത് 9th ഡേ, 9ാമത് നാൾ 100, 120, 120 പെർ ഡേ അപ്പടി വേണം.
இருக்கட்டும். அப்புறம் ஞாபகம் வரல, உங்களை பேச நான் மறந்து போகலையா? நிறைய பள்ளிகள். ஹாய். കടലിൻ്റെ ഇരമ്പം കേട്ടോണ്ടുള്ള ഈ റൈഡെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ. ബെൻ, once again thanks. இந்த ரூட்டு சூஸ் பண்ணிடல, எவ்வளோ அழகாக இருக்கு. என்ன இது இதில் ஓ இதுக்குள்ள என்ன இருக்கு? இதுக்கு மேலே ஏறணுமா? எவ்வளோ ശരിക്കും ഇതുപോലൊരു സ്ഥലത്ത് കടലിൻ്റെ കരയിൽ ടെൻ്റ് ഇട്ട് കിടക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. ഇത് എന്തല്ല കടലിൻ്റെ എരമ്പൽ കേട്ടിട്ടുള്ള ആ ഒരു ഫീലെന്ന് പറഞ്ഞാലേ, ഈ കടലോരം ചുറ്റി യാത്ര ചെയ്യുമ്പോൾ ഈ കടൽ കണ്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് കേട്ടോ സത്യത്തിലിത്. ഇത് പെരിയകാട് എന്ന് പറയുന്ന ബീച്ചിൻ്റെ സൈഡാണ്. പെരിയകാട്. ടിങ് 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 ടിങ്. രാമോജി റാവു സിനിമയ്ക്ക് സെറ്റിട്ട മാതിരിയാണ്. ഇതെല്ലാം നമ്മ കാണാൻ മാറ്റേ. നമ്മൾ ബംഗാൾ ഉൾക്കടലിൻ്റെ കീഴത്തോടെ വന്ന് അവിടെ കന്യാകുമാരിയിൽ വന്നപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം കണ്ട് ഇനി നമ്മൾ അറബിക്കടലിൻ്റെ തീരത്തോടെയാണ് കൊച്ചിക്ക് പോകുന്നത്. എന്താ അല്ലേ, ഭൂമി ഉരുണ്ടതാണ്. ഗ്ലോബ്.
രാജാക്കമംഗലം ജംഗ്ഷൻ നേരെ പോണ എർണിയൽ ഇതിൻ്റെ ഷോപ്പ് എടുക്കില്ല. വിശന്നിട്ടൊന്ന് ചങ്ക് കരിഞ്ഞായിരുന്നു കേട്ടോ. അതെ നേരെ ഒരു ഹോട്ടല്, ദോശ, ഓംലെറ്റ് എല്ലാം. ഗണപതിപുരം, ആലങ്കോട്ടൈ. വീണ്ടും നമുക്ക് അടുത്ത ബീച്ച് തപ്പിപ്പോകാം. കടൽ തീരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പർ ഒരു കയറ്റം കേട്ടോ. ഫസ്റ്റിലിട്ട് ഇങ്ങനെ പയ്യെ കയറിക്കൊണ്ടിരിക്കുക. സൂപ്പർ ക്ലൈംബ്. ഓ, മുട്ടൻ ലൈറ്റ് ഹൗസാ. മുട്ടം ബീച്ച്. ഇത് മുട്ടം ലൈറ്റ് ഹൗസ് മേലെ. സൂപ്പർ ലൊക്കേഷനല്ലേ. खाना पीना सब होटल में है। आप लोग किधर से? गुजरात से. You are a vlogger? I have a YouTube channel, little bit. Okay. Yeah, this Chakram Binoy's Travel Diary. Amuk pan dulu dia bawa orang dia main. Sama ya, sama yang ternawan dia. Dulu. Thank you. എൻ്റെ അമ്മോ, ഈ വ്യൂ, ഈ റൈഡ്, ഇന്നത്തെ ദിവസത്തെ റൈഡ് മറക്കില്ല എൻ്റെ അമ്മ.
இதுக்கு பேர் நம்ம ஆடியன்ஸில் பிலீவர்ஸ் இருந்தால் அவருக்கு வேண்டாமா? മൊണ്ടൈക്കാട് ഭഗവതി ടെമ്പിൾ ഫേമസ് ആണ്. മുണ്ടൈക്കാട് ഭഗവതി അമ്മൻ ടെമ്പിൾ. ഇതൊക്കെ ഭക്തജനങ്ങളായ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടോ ഞാൻ ചിത്രീകരിക്കുന്നത്. പച്ചപ്പായൽ, തെങ്ങും തോട്ടം, അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് മണൽപ്പരപ്പ്, പിന്നെ കടൽ. ഒരു ഹിസ്റ്റോറിക് പ്ലേസാണ് കുളച്ചൽ. കുളച്ചൽ വേറെ, കുളച്ചൽ വാർ ഫേമസ്. ചൂടെന്ന് പറഞ്ഞാൽ പുറം പൊള്ളിപ്പോകും. 15 നാല് ട്രിപ്പ്, ഇന്ന് 9ാമത് ദിനം. ഞങ്ങൾ ഇടുക്കിയിലേക്ക് എല്ലാ സ്പോർട്സും അപ്പടിതാൻ. ഞങ്ങൾ 2 പേര്. ഇടയിൽ 2 ഇൻ്റർവ്യൂ. അറുങ്കായ്, അറുങ്കൽ അല്ല, അയ്യ അറുങ്കൽ, അറുങ്കൽ. ഓക്കെ. പൂവാറ് ട്രിവാൻഡ്രം എയർപോർട്ട് എല്ലാം റൈറ്റിലായി പോകണം. ഇപ്പോൾ മുമ്പ് ഞാൻ തമിഴ് പറയാം. തെങ്കായ്പട്ടം, CSI പാലൂർ. തേങ്കാപ്പട്ടണം 4 കിലോമീറ്റർ. ഹായ് ബേബീസ്. അങ്ങനെ നമ്മൾ തേങ്കാപ്പട്ടണത്തെത്തുക. തേങ്കാപ്പട്ടണം ഈ സ്ഥലത്തിൻ്റെ പേരറിയാവോ? പൈങ്കുളം. തൊടുപുഴക്കാരോടാ. തൊടുപുഴ അടുത്ത് മാത്രമല്ല പൈങ്കുളം. ഇത് തമിഴ്നാട്ടിലാണ്. ട്രിവാൻഡ്രം വരണ വഴി പൈങ്കുളം. லெஃப்ட் டர்ன் பண்ணி கொல்லங்கோடு அவ்வளோ அப்படி அங்கே போ. இது ரிவரா பூவார் இல்லையா? இது ரிவர். പിന്നെയും കയറ്റം. സംഗതി ചവിട്ടി പരിപ്പളായിരിക്കുക. എന്നാലും നമ്മൾ ഇടുക്കിക്കാരെ കയറ്റം കാണിച്ച് പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മളിപ്പോഴും എവിടെയാണ്? കൊടി കണ്ടില്ലേ? ഇനി 8 കിലോമീറ്റർ പോവാം. സ്ട്രെച്ച്. കൊല്ലങ്കോടിൻ്റെ ഭാഗമാണ്. പാലക്കാട് കൊല്ലങ്കോടല്ല കേട്ടോ, തമിഴ്നാട് കൊല്ലങ്കോട്. ഈ വഴികൾ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും
ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ്. അല്ല, ആക്ച്വലി സ്റ്റിൽ വി ആർ ഇൻ തമിഴ്നാട്. ശ്രീ ഭദ്രകാളി ദേവസ്വം മൂലക്ഷേത്രം, കൊല്ലങ്കോട്. അങ്ങനെ നമ്മൾ വീണ്ടും കേരളത്തിൽ കയറിയിട്ടാ. ഇടത്തോട്ടാണ് പാറശാല, വലത്തോട്ട് കളയിക്കാവള, ഇടത്തോട്ട് പൂവാർ. ഈ ഉച്ചക്കടയ്ക്ക് ഇച്ചിരി വലിപ്പമുണ്ട് കേട്ടോ, കട നീളത്തിൽ കിടക്കുക. ബെൽജിയം മത്സരമാണോ? ഫ്രാൻസ്, അത് കൊള്ളാലോ. തുണിക്കടകൾക്കെല്ലാം ഫുട്ബോൾ ക്ലബിൻ്റെ ബ്രാൻഡ് പേരാണ്. UK മുഴുവൻ ടെക്സ്റ്റൈൽസ്. ഇത് റെഡിമെയ്ഡ് മെൻസ് വെയർ അങ്ങേ സൈഡിൽ. ഇത് ജർമ്മനി, അടിപൊളി. ഇവിടെയുണ്ട് ബെൽജിയം, ജർമ്മനി. സെറ്റ്. തൊട്ടിപ്പുറത്ത് ഡെൻമാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഡെൻമാർക്ക് ഷൂട്ട് ചെയ്യാൻ ഓണാക്കി വന്നപ്പോഴത്തേക്കും കടന്നു വന്നു. പൂവാർ. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. ഒരു നിമിഷം. പൂവാർ ടൂറിസം സെൻറ്റർ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലേ. വെള്ളത്തിനൊരു രസം വരില്ല. പൂവാർ. ലെഫ്റ്റ് തിരുവനന്തപുരം. ഞങ്ങൾ തൊടുപുഴക്കാരാ. തൊടുപുഴ തൊടുപുഴ തൊടുപുഴ. ആലപ്പുഴ അല്ല, ഇടുക്കി. ഇടുക്കി തൊടുപുഴ. 9ാമത്തെ ദിവസം. പുതിയ തുറ, കരുകുളം ശാഖ. എന്ത് വിശേഷം? കൊള്ളാം. ഞങ്ങളിപ്പോ കൊച്ചി. ഫൈനലി വി റീച്ച്ഡ് കോവളം. ഞങ്ങളങ്ങനെ കോവളത്തെത്തി കേട്ടോ. അപ്പോൾ ബെൻ ബ്രോ എന്ന് വിളിക്കാനല്ല, എൻ്റെ പയ്യൻ മാതിരി. എൻ്റെ ബെന്നിൻ്റെ പ്രായം അത് കുറച്ചുകൂടെ കൂടുതലുള്ളവന്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കൂടെ കന്യാകുമാരിയിൽ നിന്ന് കോവളം വരെ റൈഡ് ചെയ്ത് വന്നു. എത്ര കിലോമീറ്റർ? 120 കിലോമീറ്റർ ഇന്ന് റൈഡ് ചെയ്തു. അതും ബെൻ വന്നത് കൊണ്ട് നമ്മുടെ അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് തീരദേശ ഗ്രാമങ്ങളും ഭംഗിയായിട്ട് കാണാൻ പറ്റി, ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇന്നിപ്പോഴത്തെ പുള്ളിക്കാരൻ തിരിച്ചു പോവുകയാണ് 70 കിലോമീറ്റർ നാഗർകോവിലേക്ക്. നാളെ ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ പുള്ളി തിരിച്ചു പോവുകയാണ്. ആലോചിച്ച് നോക്കും, പിള്ളേരൊക്കെ ഒരു സ്റ്റാമിന ആലോചിച്ച് നോക്കി. ഇവിടെ വരെ ചവിട്ടി വന്ന് ഇനി 70 കിലോമീറ്റർ തിരിച്ചു. ഞങ്ങളുടെ കൂടെ ചവിട്ടിയിട്ട് ബെൻ വന്നിട്ട് ശരിക്കും ബോറടിച്ച് പോയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഇഴഞ്ഞ് വലിഞ്ഞ്
കാണുന്നവരോടൊക്കെ മിണ്ടി അതും ഫോട്ടോ എടുത്ത് ഇത് ഫോട്ടോ എടുത്ത് വരുന്നത് ലൈഫിൽ ഫസ്റ്റ് ടൈം അല്ലോ. ഞങ്ങളുടെ ടീമിൻ്റെയും എൻ്റെ ചാനലിൻ്റെയൊക്കെ പ്രത്യേകം നന്ദി എന്ന് പറയുവാണ്. ഒപ്പം നമ്മൾ ഈ ഇന്നത്തെ ഈ വിഷ്വൽസിലൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയ ബെന്നായതുകൊണ്ട് ഈ വീഡിയോ കണ്ട നിങ്ങളും മനസ്സിൽ ഒരു താങ്ക്സ് പറഞ്ഞു കേട്ടോ. സൂപ്പറുണ്ടോ മറക്ക മാട്ടെ അപ്പോൾ ഉറപ്പായിട്ട് തൊടുപുഴയ്ക്ക് വരണം. വീട്ടിലേക്ക് വീട്ടിലെത്തെങ്കിൽ അപ്പുറം മൂന്നാർ പോകണം. പിന്നെ ഇല്ല വൈശാഖുളം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു പോകണം ടൈം ആവശ്യം. சைக்ளோட்ரான்ஸ் அங்கே கன்னியாகுமரி ரைடு ஒரு பிளான் இருக்கு. ஓகே சைக்ளோட்ரான்ஸ்னால அப்படி ஜாலியாக ஒவ்வொரு ஏரியாவும் போய் ஓகே. கன்னியாகுமரி சைடில் வேணா மற்ற ஒவ்வொரு ஏரியாவும் ஆடு இருக்கும். ஆனால் எல்லா இடமும் இருக்கும். ஓகே കോവളത്തെ തിരക്ക്. ട്രിവാൻഡ്രത്തിന് പോവാണ്. പട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാഹുലിൻ്റെ വീട്. അങ്ങോട്ട് നമ്മൾ പോകുന്നത്. തിരുവല്ലം ടോൾ പ്ലാസ. യെസ്, നമ്മൾ രാഹുലിൻ്റെ വീട്ടിലെത്തി. ഇതേ അവിടെ വന്നപ്പോഴത്തേക്ക് സൈക്ലോട്രിവൻസ് ടീം മൊത്തം ഇവിടെ ഉണ്ട്. ഹലോ ഹായ്. അപ്പോൾ ഞങ്ങൾ സെലിബ്രിറ്റിയെ കാണാൻ വന്നതാണ് ഗൈസ്. ഞാനും കെട്ടിപ്പിടിക്കാം, നമുക്ക് കെട്ടിപ്പിടിക്കാം. ഒരേ വയറുള്ള ആൾക്കാർ നമ്മൾ കെട്ടിപ്പിടിക്കണം ഗൈസ്. സന്തോഷം സന്തോഷം. 9ാമത്തെ ദിവസം. ടോട്ടൽ എത്ര കിലോമീറ്റർ ആയിരുന്നു? ഓട്ടർ കേരള സൂപ്പർ ഉണ്ണിയപ്പാണ് ഗൈസ്. ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. കേരള സൈക്ലിംഗ് കമ്മ്യൂണിറ്റി വഴി നമുക്ക് അറിയാവുന്ന മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ വേറെ വൈബാണ്. നമ്മളും നമ്മുടെ ക്ലബും വേറെ വൈബാണ്. ബെൻ പറഞ്ഞു ടീമുണ്ട് നമ്മുടെ ക്ലബിൽ. ഉല്ലാസ് പുള്ളി കാണാൻ വരും. ഞാൻ പറഞ്ഞു വേറെ എവിടെ പോയാലും നമ്മൾ ചേട്ടനെ മീറ്റ് ചെയ്യണം. അത് പുള്ളി ഷോർട്സിലാണെങ്കിൽ പുള്ളി വേറെ വൈബാണ്. പാന്റിലാണെങ്കിൽ പുള്ളി ഭയങ്കര ഡീസന്റ് ആണ്. ഷോർട്സിലാണെങ്കിൽ പുള്ളി രാഹുലിന്റെ അമ്മ വലിയ പുലിയാണ്. തുള്ളി തുള്ളി ഇറങ്ങാം കേട്ടോ. ഒരേ മനസ്സുള്ള സന്തോഷം. നമ്മൾ പറഞ്ഞു വലിയ റെഡിയാകാം. ഫാനിട്ട പിന്നെ വളരെ ഡീസന്റ് ആണ്. ഷോർട്സ് അല്ല നിക്കർ.